ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററിയുടെ 15ാമത്തെ ചാപ്റ്റർ, ഏറ്റവും അവസാന പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് മലയാളി ഐഡൻറ്റിറ്റി ആൻഡ് ദ മൂവ്മെൻറ്റ് ഫോർ എൻ യുണൈറ്റഡ് കേരള എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതൊരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മലയാളി ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സ്വത്വം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി, അതാണ് പറയുന്നത് കേട്ടോ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ അന്ന് ഉണ്ടായിരുന്ന ഡിവിഷൻ പ്രകാരം ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നുള്ള രീതിയിലായിരുന്നല്ലോ കേരളത്തെ ആ ഒരു ടൈമിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രാവൻകൂറിലും കൊച്ചിയിലും മലബാറിലും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും, അല്ലെങ്കിൽ ഈ ആൾക്കാരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയായിരുന്നു നമ്മുടെ ഈ മലയാളി ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഈ 3 പ്രദേശങ്ങളിലെയും ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ മലയാളമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവരെ യുണൈറ്റ് ചെയ്ത് നിർത്തിയിരുന്ന ഒരു സംഭവമായിരുന്നു മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്നത്, മലയാള ഭാഷ എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു മലയാളി ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴും അതാണ് ഉദ്ദേശിക്കുന്നത്, മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു യൂണിയൻ, അത്രയേ ഉള്ളൂ മലയാളി ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു മലയാളി ഐഡൻറ്റിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ഒരു ഗ്രാമർ വർക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് ലീലാതിലകം എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോളണം, ലീലാതിലകം. നമുക്ക് 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിങ്ങിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 14ാം നൂറ്റാണ്ട് സിയിൽ എഴുതപ്പെട്ട ലീലാതിലകം എന്ന് പറയുന്ന ഒരു ഗ്രാമർ വർക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ മലയാളി ഐഡൻറ്റിറ്റിനെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ മലയാളികളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പിൽക്കാലത്ത് മോഡേൺ എഡ്യൂക്കേഷൻ, അല്ലേ, ആധുനിക വിദ്യാഭ്യാസമൊക്കെ കുറേ കൂടി ഡെവലപ്പായതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മലയാളം ലാംഗ്വേജിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, കുറേ കൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, മലയാളി ഐഡൻറ്റിറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പറയേണ്ട ഒരു പോയിൻ്റാണ് മലയാളി മെമ്മോറിയൽ. ഓക്കെ, 1891 സൈൻ ചെയ്ത ഒരു നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മലയാളി മെമ്മോറിയൽ എന്തുകൊണ്ട് ഒരു നിവേദനമായിട്ട് സൈൻ ചെയ്തു, എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് നമ്മുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റിനകത്ത് പല വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പല സർവീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള ആൾക്കാരെ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഓൾറെഡി അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മലയാളികളുണ്ട്, പക്ഷേ അത് നോക്കാണ്ട് പുറത്തുള്ള ആൾക്കാരെ അവർ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെതിരായിട്ട് ഏകദേശം ഒരു 1028 ആൾക്കാർ സൈൻ ചെയ്തുകൊണ്ടാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു നിവേദനം 1891 സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് മലയാളി മെമ്മോറിയൽ. 1891 കേട്ടോ. അത് നമുക്ക് 1 വേർഡിന് ഒന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ക്രൊണോളജിക്ക് അതിൻ്റെ വർഷം വെച്ചിട്ട് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മലയാളി മെമ്മോറിയൽ 1891 1028 ആൾക്കാർ സൈൻ ചെയ്ത് എടുത്തതാണ്. ട്രാവൻകൂർ സ്റ്റേറ്റിനെതിരായിട്ടാണ് കേട്ടോ. കാര്യം ഞാൻ സന്ദർഭം എന്നുള്ളത് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് പറയേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1921 ഫോം ചെയ്ത കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി, അല്ലെങ്കിൽ KPCC എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറയണം. അതായത് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലബാർ, കൊച്ചി, ട്രാവൻകൂർ, ഓക്കെ, ഈ 3 പ്രദേശത്തിലെയും ആൾക്കാരെ, അതായത് മലയാളം സംസാരിക്കുന്ന ഈ ആൾക്കാരെ, ഈ പീപ്പിളിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഓർഗനൈസേഷനാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. ഒരു കമ്മിറ്റിയാണ് KPCC എന്ന് പറയുന്നത്. 1921 വന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മലയാളി ഐഡൻറ്റിറ്റി റെപ്രസെൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ട്രാവൻകൂർ, കൊച്ചി, മലബാർ മേഖലകളിലുള്ള ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു KPCC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർന്ന് തന്നെ 1921 എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് ഒരു കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ്, ഓക്കെ, കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ്, അതായത് ഒരു മീറ്റിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ INC ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INCയുടെ നേതൃത്വത്തിലാണ് 1921 തന്നെ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് അത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയുമ്പോൾ അത് ഡൗട്ട് ആവണ്ട, ഞാൻ അതൊന്നുകൂടി ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മുടെ മലയാളി മെമ്മോറിയലിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നിർത്തി. അതിനുശേഷം പറഞ്ഞ കാര്യമാണ് KPCC. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1921 നമ്മുടെ ട്രാവൻകൂർ, കൊച്ചി, മലബാർ, അല്ലേ, ഈ 3 പ്രദേശം
പ്രദേശങ്ങളെയും എന്താണ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മീൻസ് മലയാളികളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു കമ്മിറ്റിയാണ് 1921 ഫോം ചെയ്ത കമ്മിറ്റിയാണ് ഇത് KPCC, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ 1921 അതേ സെയിം വർഷത്തിൽ തന്നെ നമ്മുടെ INCയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആദ്യമായിട്ടുള്ള ഒരു കേരള ഫസ്റ്റ് ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് ഒറ്റപ്പാലത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. INCയുടെ നേതൃത്വത്തിലാണെന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ ഇത്? ഇനി അടുത്ത് പറയുന്ന ഒരു കാര്യം, അത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. അതായത് ഈ ഒരു മലയാളി ഐഡൻറ്റിറ്റീനെ പറ്റിയിട്ട് ഓക്കെ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതെ ഈ ഒരു ഐഡൻറ്റിറ്റി ബേസ് ചെയ്തിട്ട് 2 വർക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് 1.25 കോടി മലയാളികൾ. രണ്ടാമത്തെ ബുക്കാണ് കേരള മലയാളികളുടെ മാതൃഭൂമി അല്ലേ. ഇതാരാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, EMS നമ്പൂതിരിപ്പാട് അല്ലേ. 1.25 കോടി മലയാളികളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണല്ലോ. ഓക്കെ. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കും എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. ഇത് നമുക്ക് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം കേട്ടോ. ഓക്കെ. അല്ല ഈ ടോപ്പിക് അല്ലാണ്ട് വന്നാലും ഈ ഒരു 2 വർക്കുകളുടെ പേര് നമ്മൾ കൊടുക്കണം. 1.25 കോടി മലയാളികൾ, അതുപോലെ തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി. ഓക്കെ. ഇത് EMS നമ്പൂതിരിപ്പാട് എഴുതിയതാണ്. ഇതിൽ നമ്മുടെ മലയാളി ഐഡൻറ്റിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു പോയിൻ്റാണ് ഐക്യ കേരള കോൺഫറൻസിനെ പറ്റിയിട്ട്. ഓക്കെ. അതായത് ഈ ഐക്യ കേരള കോൺഫറൻസ് എന്ന് പറയുമ്പോൾ 1947 തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ. അതായത് ഐക്യ കേരള കോൺഫറൻസ് നടന്നത് തൃശ്ശൂരിലായിരുന്നു 1947. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. 1947 ഐക്യ കേരള കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കെ കേളപ്പൻ്റെ ചെയർമാൻഷിപ്പിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു ഐക്യ കേരള കോൺഫറൻസ് തൃശ്ശൂരിൽ 1947 നടന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ അവിടെ അവരൊരു ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരുമിച്ച് ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണം, അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് കേരള ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. ഐക്യ കേരളം എന്ന് പറയുമ്പോൾ തന്നെ ഐക്യത അല്ലേ, യുണൈറ്റഡ് ആയിട്ടുള്ള മീൻസ് ട്രാവൻകൂറും കൊച്ചിയും മലബാറും എല്ലാം കൂടി ചേർത്തിട്ട് കേരള എന്ന് പറയുന്ന രീതിയിൽ ഒരു യുണൈറ്റഡ് കേരള ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയവും ഈ ഐക്യ കേരള കോൺഫറൻസിൽ പാസ്സാക്കുന്നുണ്ട്. കേളപ്പൻ്റെ നേതൃത്വത്തിലാണത് നടക്കുന്നത്. തൃശ്ശൂരിലായിരുന്നു 1947 ഐക്യ കേരള കോൺഫറൻസ്. എന്തായിരുന്നു അവരെടുത്തത്? ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കി ഒരു യുണൈറ്റഡ് കേരള, ഒരു ഐക്യ കേരളം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രമേയം അവർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയേണ്ട കാര്യം, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഫോം ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു അത്. അതായത് നമ്മുടെ സെയ്ദ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ വന്നതായിരുന്നു. നമ്മൾ ഫസൽ അലി കമ്മീഷൻ എന്നൊക്കെ പറയില്ലേ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, കേരള സ്റ്റേറ്റ് നവംബർ 1 1956 നവംബർ 1 കേരള എന്ന് പറയുന്നൊരു സ്റ്റേറ്റായിട്ട്, ഒരു യുണൈറ്റഡ് കേരളയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ ഏത് മുതൽ പറയണം, മലയാള ലാംഗ്വേജ് ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ആൾക്കാരെ യുണൈറ്റ് ചെയ്ത് നിർത്തുന്നതാണ്. ആൻഡ് ഓൾസോ ലീലാ തിലകം എന്ന് പറയുന്ന ഗ്രാമർ വർക്കിനെ പറ്റി പറയണം. പിന്നെ മലയാളി മെമ്മോറിയൽ 1891 അവർ സമർപ്പിച്ച നിവേദനമാണ് അല്ലേ, മലയാളി മെമ്മോറിയൽ. ആ ഒരു സന്ദർഭം എന്താണെന്ന് പറയണം. പിന്നെ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി KPCCയെ പറ്റിയിട്ടും ഒറ്റപ്പാലത്ത് ആദ്യമായിട്ട് നടന്ന ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസിനെ പറ്റിയിട്ടും INCയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു കോൺഫറൻസിനെ പറ്റിയിട്ട് നമുക്ക് പറയണം. പിന്നെ EMS നമ്പൂതിരിപ്പാട് എഴുതിയ 1.25 കോടി മലയാളികൾ, കേരള മലയാളികളുടെ മാതൃഭൂമി, ഈ 2 ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് പറയാം. പിന്നെ നമ്മൾ പറയുന്നത് തൃശ്ശൂരിലെ 1947 കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഐക്യ കേരള കോൺഫറൻസിനെ പറ്റിയിട്ട് പറയാം. അതിലവരൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു യുണൈറ്റഡ് കേരള, ഒരു ഐക്യ കേരളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഫസൽ അലി കമ്മീഷൻ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൻകൂർ, കൊച്ചി, മലബാർ എല്ലാം യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കേരള സ്റ്റേറ്റ് ആയിട്ട് നമുക്കറിയുന്ന പോലെ നവംബർ 1 1956 ഫോം ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, അത് അങ്ങനെയാണ് നമ്മൾ കേരള പിറവിയൊക്കെ ആഘോഷിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് വരുന്നത്. ബേസിക്കലി മലയാളി ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ എങ്ങനെ നമ്മുടെ കേരള സ്റ്റേറ്റ് എങ്ങനെ ഫോം ചെയ്തു ആ രീതിയിൽ എന്നുള്ളൊരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.